ഡെന്നി തോമസ് വട്ടക്കുന്നേൽ മലയാളിക്ക് ഏറെയൊന്നും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എങ്കിലും ABC-യുടെ പ്രേക്ഷകർക്ക് വേണ്ടി നേരത്തെ പരിചയമുള്ളതാണ്. എങ്കിലും ഒന്ന് പറയുന്നു. അദ്ദേഹം മലയാളത്തിലെ വലിയൊരു സംരംഭകനാണ്. ഈ സാന്റാ മോണിക്ക അബ്രോഡ് സ്റ്റഡീസ് എന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ആ നെറ്റ്വർക്കിൻ്റെ ചെയർമാനാണ്. നല്ല എഴുത്തുകാരനാണ്, യാത്രികനാണ്. അദ്ദേഹം യാത്ര ചെയ്തതിൻ്റെ ഒരു വോള്യം എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് ഈ ലോകത്തിൻ്റെ പകുതിയിലേറെ രാജ്യങ്ങൾ അദ്ദേഹം പോയിട്ടുണ്ട്. 193 രാജ്യങ്ങളാണ് ഇപ്പോൾ ലോകത്ത് UN അംഗീകാരമുള്ള രാജ്യങ്ങളുള്ളത്. അതിനകത്ത് 100-ലേറെ രാജ്യങ്ങൾ അദ്ദേഹം കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നല്ല യാത്രികനാണ്. മാത്രമല്ല വേറിട്ട വിഷയങ്ങളെക്കുറിച്ച് മലയാളിക്ക് വളരെ വിജ്ഞാനപ്രദമായ പുസ്തകങ്ങൾ എഴുതുന്ന ഒരാളാണ്. ഞങ്ങൾ അഭയാർത്ഥികൾ എന്ന പേരിൽ അഭയാർത്ഥികളെക്കുറിച്ചുള്ള മലയാളത്തിലെ ആദ്യത്തെ പുസ്തകം അദ്ദേഹത്തിൻ്റേതാണ്. ലോകത്തിലെ ഏറ്റവും പുതിയ ഭീഷണിയായ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള പുസ്തകം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. 5-ലേറെ പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അടുത്ത പുസ്തകം റഷ്യയെക്കുറിച്ചാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ആ പുസ്തകം വരാനിരിക്കുന്നതേ ഉള്ളൂ. അത് തീർച്ചയായിട്ടും അദ്ദേഹത്തോട് സംസാരിക്കുമ്പോഴുള്ള ഒരു കാര്യം, അദ്ദേഹം വായിച്ചതിലേറെ കണ്ട ഒരാളാണ്. ലോകം വായിച്ചറിയുകയല്ല, ലോകത്തെ കണ്ടറിയുകയാണ് ചെയ്തത്. അപ്പോൾ അദ്ദേഹം കണ്ട ലോകം, അദ്ദേഹം ഉക്രൈൻ ഉൾപ്പെടെ, ഉക്രൈനിലും റഷ്യയിലും പലതവണ, സോവിയറ്റ് യൂണിയനിലും ഉള്ള കാലത്തും അതിന് ശേഷവും നിരന്തരമായി യാത്ര ചെയ്ത ഒരാളാണ്. അപ്പോൾ ഉക്രൈൻ വാറിനെ കുറിച്ചാണ് ഇന്ന് അദ്ദേഹം സംസാരിക്കുന്നത്. ഉക്രൈൻ വാർ ഏതാണ്ട് തീരുമെന്ന ഒരു തോന്നൽ ലോകത്തിൻ്റെ മുമ്പിൽ വിരിഞ്ഞു നിൽക്കുന്ന ഒരു ശുഭപ്രതീക്ഷയുടെ സന്ദർഭത്തിലാണ് ഇന്നിപ്പോൾ ഡെന്നി സാറ് നമ്മളോട് സംസാരിക്കുന്നത്. അങ്ങ് കണ്ട ഉക്രൈനെക്കുറിച്ച്, അങ്ങ് കണ്ട റഷ്യയെക്കുറിച്ച്, പരസ്പരം പോരടിക്കുന്ന രണ്ട് സഹോദര രാജ്യങ്ങളെക്കുറിച്ച്, ഒടുവിൽ ഇപ്പോൾ ഏതാണ്ട് തീരും, സമാധാനം പുലരുമെന്ന് തോന്നുന്ന ഒരു പുഞ്ചിരി അങ്ങയുടെ മുഖത്തുമുണ്ട്. അങ്ങ് ആ അനുഭവത്തെക്കുറിച്ച് പറയൂ സർ. അതായത് രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ നീണ്ടു നിന്ന ഒരു യുദ്ധമാണ് ഉക്രൈൻ റഷ്യൻ വാർ. 4 കൊല്ലത്തോളം. 4 കൊല്ലത്തോളം. ഇപ്പോൾ ഫെബ്രുവരി ആകുമ്പോൾ 4 വർഷത്തോളമാവും. നമ്മൾ കണ്ടിട്ടുള്ള ഈ കാലഘട്ടത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും ഭയാനകമായ യുദ്ധം എന്ന് പറഞ്ഞാലും അതൊക്കെ തന്നെയാണ്. കാരണം ഓരോ ദിവസവും നമുക്ക് ചാനലുകളുടെ ന്യൂസുകളിലൊക്കെ കാണുന്ന ഓരോ ദൃശ്യങ്ങൾ തന്നെ അത്രയും ഭീകരമാണ്. ഓരോ കെട്ടിടങ്ങളും ആൾക്കാരും, എത്രയോ ആൾക്കാർ അതിൻ്റെ കാഷ്വാലിറ്റിയും മരണങ്ങളും ഒക്കെ ഉണ്ടായത്. അപ്പോൾ അത്രയും ഭീകരമായ യുദ്ധത്തിലേക്ക് തള്ളിവിട്ടതിൻ്റെ അകത്ത് ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഈ യുദ്ധം ആരംഭിക്കുമ്പോൾ റഷ്യ ആരോപിച്ചത് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ നാറ്റോ സഖ്യത്തിൽ ഉക്രൈൻ ചേരുകയാണ്, അവർ റെഡിയാണ്. അപ്പോൾ അത് ഓഫർ കൊടുത്തു. നാറ്റോ സഖ്യം എന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയനിലും അമേരിക്കയും കാനഡയൊക്കെ ചേർന്നതാണല്ലോ. അപ്പോൾ അവരത് എഗ്രി ചെയ്തുകൊണ്ടാണല്ലോ കൊടുക്കുമെന്ന് പറയും. അപ്പോൾ അത് അവർ ചേരാൻ ഇദ്ദേഹം തയ്യാറാണെന്നും പറയുന്നു. അത് ചേർന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞു. ആ ഒരൊറ്റ കാരണം പറഞ്ഞാണ് പ്രധാനപ്പെട്ട കാരണം അതാണ്. ആ ഒരൊറ്റ കാരണം പറഞ്ഞ് ചെയ്ത യുദ്ധം. അപ്പോൾ യുദ്ധം അവസാനിക്കുന്ന അവസ്ഥയിലെത്തുമ്പം റഷ്യയും അമേരിക്കയും ഒരുമിച്ച് പറയുന്നു, നിങ്ങൾക്ക് നാറ്റോ സഖ്യം ഇല്ല, നാറ്റോ സഖ്യത്തിൽ നിങ്ങൾക്ക് ചേരാൻ പാടില്ല. ഇതാണ് കരാറിലെ ഏറ്റവും പ്രധാന വ്യവസ്ഥ. പിന്നെ എന്തിനായിരുന്നു ഇത്രയും കോലാഹലം? ഇപ്പം ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇതിൻ്റെ ഒരു രണ്ട് വലിയ ശക്തികളാണ് റഷ്യയും അമേരിക്കയും ലോകത്തെ സംബന്ധിച്ച്. അപ്പോൾ അവരുടെ ഒരു നിലനിൽപ്പിനും ബാലൻസിങ്ങിനും മാത്രമല്ല, ഉക്രൈൻ പോലെ സമ്പുഷ്ടമായ ഒരു രാജ്യത്തെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇപ്പോൾ ഇന്നലെ അമേരിക്ക പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങൾ സഹായം നിർത്തും. ട്രംപ് അധികാരത്തിൽ കയറുന്നത് തന്നെ ഒരൊറ്റ മണിക്കൂർ കൊണ്ട്, ഞാൻ 24 മണിക്കൂറിനുള്ളിൽ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നു. അതേ ട്രംപ് തന്നെ പറയുന്നു, ഞാൻ കംപ്ലീറ്റ് സഹായങ്ങൾ ഉക്രൈനുള്ള അവസാനിപ്പിക്കും, രഹസ്യ വിവരങ്ങൾ കൊടുക്കുന്ന അവസാനിപ്പിക്കും. ഈ നാറ്റോ സഖ്യത്തിൽ ചേർക്കാമെന്ന വ്യാമോഹവും അമേരിക്ക കൊടുത്താണ്. അമേരിക്കയുടെ പിന്തുണയില്ലാതെ യുദ്ധം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞ അതേ ആൾക്കാർ എന്ന് പറയുന്നത് സഹായം തന്നെ. ഈ സഹായം എന്ന് പറയുന്നത് തന്നെ ആൾക്കാർ കേൾക്കുമ്പോൾ അമേരിക്ക എന്തോ ഒരു ചാരിറ്റി ചെയ്യുന്ന പോലെയാണ് ആൾക്കാർ ചിന്തിക്കുന്നത്. അതായത് കോടിക്കണക്കിന് ബില്യൺ ഡോളർ ഇവർക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കുന്നു, ആയുധം കൊടുക്കുന്നു, സഹായങ്ങൾ കൊടുക്കുന്നു. മാത്രമല്ല ഈ നാറ്റോ സഖ്യത്തിന്റെ ഒരു ധാരണ തന്നെ അവരുടെ ബൈലോയിൽ തന്നെ പറയുന്നുണ്ട് അത്രേ, അവരുടെ ഓരോ രാജ്യത്തിന്റെയും GDP-യുടെ, ഈ 32 രാജ്യങ്ങളുടെയും GDP-യുടെ 2% അമേരിക്ക കൊടുക്കണം എന്ന് വെച്ചാൽ നാറ്റോ സഖ്യം നിലനിർത്താനുള്ള ചെലവിന് വേണ്ടി. അപ്പോൾ എത്രയായിരിക്കും ഈ രാജ്യങ്ങളെ മുഴുവൻ കൊള്ളയടിച്ചിട്ട് അതിൻ്റെ പുറമെയാണ് യുദ്ധച്ചെലവിന് സ്പെഷ്യൽ ഫണ്ടും കൊടുക്കണം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൽ വലിയ ബെനിഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവും അമേരിക്ക. തീർച്ചയായിട്ടും. അമേരിക്കയെ സംബന്ധിച്ച് ഇത്രയും ബില്യൺ കണക്ക് ഡോളർ അവർ കൊടുത്തു. ആ ഡോളർ എല്ലാം അവർ തിരിച്ച് ഇപ്പോൾ നാറ്റോ സഖ്യത്തിൻ്റെ ഈ പ്രശ്നം തീരുമ്പോൾ അമേരിക്കയുടെ ഏറ്റവും വലിയ ഡിമാൻഡ്, ഞങ്ങൾ അവിടുത്തെ നാച്ചുറൽ റിസോഴ്സ് മുഴുവൻ ഞങ്ങൾ കൊണ്ടുപോകും, ഞങ്ങളുടെ കടം തീരുന്നിടത്തോളം കാലം ഞങ്ങൾ തന്ന സഹായം തിരിച്ചു വാങ്ങുന്നതിന് പകരം. സഹായം എന്ന വേർഡ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നു പറഞ്ഞാൽ എനിക്ക് അതിനോട് യോജിപ്പില്ല. കാരണം അത് സഹായമല്ലാതെ അത് അവർ പണം കൊടുത്ത് അതിൻ്റെ ഡബിൾ വാങ്ങുന്ന ഒരു ബിസിനസ് പെയ്ഡാണ് ശരിക്കും. അതാണ് ശരിയായ വേർഡ്. അപ്പം അങ്ങനെ ചെയ്ത കാര്യത്തിൽ റഷ്യയെ സംബന്ധിച്ച് റഷ്യക്ക് ഒരു നഷ്ടമില്ല. കാരണം യുദ്ധത്തിൽ ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട്, റഷ്യക്ക് നാശനഷ്ടങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഉക്രൈനെ സംബന്ധിച്ച് ഇതെല്ലാം തകരുന്ന അവസ്ഥയാണ്.
റഷ്യയെ സംബന്ധിച്ച് കിട്ടുന്ന ലാഭം എന്ന് പറയുന്നത് റഷ്യക്ക് യുക്രൈൻ്റെ പ്രധാനപ്പെട്ട ഇപ്പോൾ ക്രിമിയ എന്ന് പറയുന്നത് 2010 ശേഷമുള്ള യുദ്ധത്തിൽ അത് അവരുടെ ഓക്യുപ്പൈ ചെയ്തതാണ്, എങ്കിലും അത് സ്വന്തമാകും. അത് കഴിഞ്ഞാൽ ഇപ്പം ഡോൺബാസ് എന്ന് പറയുന്ന മേഖലയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഡനിസ്ക് അല്ലെങ്കിൽ ലുഹാൻസ്ക് എന്നൊക്കെ പറയുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ്. അവിടുത്തെ ഏറ്റവും വലിയ വ്യാപാര കേന്ദ്രങ്ങളും അവിടുത്തെ നല്ല രീതിയിൽ അഡ്വാൻസ്ഡ് ആയിട്ട് നിർമ്മിച്ച പട്ടണങ്ങളൊക്കെയാണ്. അതെല്ലാം റഷ്യക്ക് കിട്ടുകയാണ്. അത് മാത്രമല്ല, ഇപ്പോൾ പറയുന്ന വേറെ ഡിമാൻഡ് എന്ന് പറയുന്നത് സപ്രോഷിയും ഹേർസൺ എന്ന് പറയുന്ന 2 പ്രവിശ്യകളുടെ പകുതി അവർ കൊണ്ടുപോകും. നമ്മുടെ ആണവ നിലയൊക്കെ യൂറോപ്പിലെ ഏറ്റവും വലിയ ആണവ നിലയമാണ് സപ്രോഷി. ഉക്രൈനെ സംബന്ധിച്ച് അതും റഷ്യക്ക് കൊണ്ടുപോകും. ആണവ നിലയം എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും കേൾക്കുന്ന ചെർണോബിൽ ആണ്. ഉക്രൈനിലാണ്. അതുപോലെ 4 ആണവ നിലയം, ഇപ്പം ലൈവായിട്ടുള്ള 4 ആണവ നിലയമുണ്ട്. അതിൽ യൂറോപ്പിലെ ഏറ്റവും വലിയ ആണവ നിലയമാണ് സപ്രോഷിയയിൽ. അപ്പോൾ അതിൻ്റെ പകുതി വൈദ്യുതി അവർക്ക് കൊടുക്കണം. അപ്പോൾ അതും റഷ്യക്ക് ലാഭം. ചില്ലറ നഷ്ടമല്ല സർ, കാരണം ഫോസിൽ ഇന്ധനങ്ങളെ ഇനി ലോകത്തിന് വല്ലാതെ കാലം ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല, ഫോസിൽ ഫ്യൂവൽസിനെ. അപ്പോൾ ഈ ആണവ നിലയങ്ങളൊക്കെ പരമപ്രധാനമായി തീരും. അപ്പോൾ ഈ യുക്രൈൻ്റെ സ്വന്തമായിട്ടുള്ള ആണവ നിലയത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതിനെയൊക്കെ ചൈന, റഷ്യ അറ്റാച്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എല്ലാം നഷ്ടപ്പെടുത്തിയിട്ടാണ് ഈ യുദ്ധത്തിൻ്റെ ഒരു സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഭീതി ഇതൊരു 2ാം ലോകം അല്ല 3ാം ലോക മഹായുദ്ധമായി വളരുമോ, അല്ലെങ്കിൽ ഇത് ഈ ആണവ നിലയങ്ങളിൽ ഇവർ ബോംബിട്ട് തകർന്ന് 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് നാശനഷ്ടങ്ങളും മരണങ്ങളും ഉണ്ടാകുമോ എന്നുള്ള ഭയമുണ്ടായിരുന്നു. പക്ഷെ അവർ ഭാഗികമായിട്ടൊക്കെ ഈ ആണവ നിലയങ്ങളെ ആക്രമിച്ചെങ്കിലും ലീക്കേജ് പോലും മഹാദുരന്തം ഉണ്ടാക്കുന്നതാണല്ലോ ചെർണോബിൽ തെളിയിച്ചത്. റഷ്യയുടെ ഏറ്റവും വലിയ ആയുധം എന്ന് പറഞ്ഞാൽ ഇവരുടെ പവർ പ്ലാന്റുകളെല്ലാം നശിപ്പിക്കുക എന്നുള്ളതായിരുന്നു. കാരണം ഇനിയിപ്പോൾ ഈ ഒരു പുതിയ യുക്രൈൻ റീബിൽഡ് ചെയ്യണമെങ്കിൽ പോലും അവിടുത്തെ എല്ലാ പവർ പ്ലാന്റുകളും എല്ലാം റീബിൽഡ് ചെയ്യേണ്ടി വരും. അതായത് പുനർനിർമ്മാണം ഇല്ലാതെ ഇനി അവിടുത്തെ വൈദ്യുതിയും കാര്യങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഒരു രാജ്യത്ത് തകർക്കുന്ന ഒരു ഗ്രാമത്തെ തകർക്കുക അല്ലെങ്കിൽ പട്ടണത്തെ അവിടുത്തെ വൈദ്യുതി മുഴുവനും ശൃംഖല വിച്ഛേദിച്ചതിന് ശേഷമാണ് അവർ ബോംബ്. അതിൻ്റെ ഒരു തമാശ എന്താ പറയുക സർ, ഈ അമേരിക്കൻ കമ്പനികളായിരിക്കും ഇതിൻ്റെ റീകൺസ്ട്രക്ഷൻ കരാറെടുക്കുക എന്ന് വെച്ചാൽ ലോകാവസാനം വരെ ഇവരെ ചൂഷണം ചെയ്യാനുള്ള ഉപാധി അത് മാത്രം മതി. അപ്പോൾ അവർ വളരെ പ്ലാൻഡ് ആയിട്ടാണ് ഈ യുദ്ധം 2 കൂട്ടരും കൂടി നടത്തിയത്. അത് അമേരിക്കയുടെ അറിവില്ലാതെ അവിടെ ഒരു കാര്യവും നടക്കത്തില്ല. അമേരിക്കയാണ് വിവരങ്ങൾ കൊടുക്കുന്നത്. അമേരിക്കയുടെ വിവരങ്ങൾ കൊടുക്കുന്നു, അമേരിക്ക യുദ്ധ സാമഗ്രികൾ കൊടുക്കുന്നു, സപ്പോർട്ട് കൊടുക്കുന്നു. അതേപോലെ റഷ്യ അവരെ യുദ്ധം ചെയ്യുന്നു. പക്ഷേ ഇപ്പോൾ അവസാനിച്ചപ്പോൾ അതിൻ്റെ അകത്ത് പകുതി റഷ്യയും കൊണ്ടുപോയി, ബാക്കി പകുതി ഉള്ളത് അമേരിക്കയുടെ കൺട്രോളിലായി പോയി. ഇപ്പോൾ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം പശ്ചിമ ജർമ്മനിയും ആയിട്ട് രണ്ട് ജർമ്മനിയായി വിഭജിച്ച പോലെ, അല്ലെങ്കിൽ കൊറിയ രണ്ട് വിഭജിച്ച പോലെ ഇപ്പോൾ പകുതി ഭാഗം അമേരിക്കയുടെ കയ്യിലും പകുതി ഭാഗം റഷ്യയുടെ കയ്യിലും ആകുകയാണ് എപ്പോഴത്തെ ഈ കരാർ അംഗീകരിച്ചു കഴിഞ്ഞാൽ. ഫലത്തിൽ ഇപ്പോൾ ഉക്രൈനും വിഭജിക്കപ്പെടുക അല്ലേ? അപ്പോൾ ഉക്രൈൻ വിഭജിക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പഴയ പോലെയാണ്. പണ്ട് ജർമ്മനി 2ആയിട്ട് വിഭജിച്ചു, കൊറിയ 2ആയി റീയൂണിയൻ. അപ്പോൾ അതുപോലെ ഉക്രൈനും 2ആയി വിഭജിച്ച് 2 പേരെയും പരമാവധി ചൂഷണം ചെയ്യുക, അവിടുത്തെ വംശം തന്നെ തുടച്ചു നീക്കുന്ന ഒരു വലിയൊരു ഗൂഢാലോചനയുടെ പാർട്ടാണോ എന്ന് വരെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കണം. കാരണം ഇതിൻ്റെ അകത്ത് ഒരു വലിയ പ്രധാനപ്പെട്ട വ്യവസ്ഥയുണ്ട്. ഈ യുക്രൈൻ എന്ന് പറയുന്നത് കാത്തോലിക്ക രാജ്യമാണ്. അപ്പോൾ ഇത് ഈ 28-ന് പരിപാടികളിൽ അല്ലെങ്കിൽ ഈ എഗ്രിമെൻറ്റിൽ പ്രത്യേകമായി പറയുന്ന ഒരു കാര്യമുണ്ട്, റഷ്യൻ ഓർത്തഡോക്സ് സഭ അംഗീകരിക്കണം, റഷ്യൻ ഭാഷ അംഗീകരിക്കണം. ഇതെല്ലാം ഔദ്യോഗികമായിട്ട് ഉക്രൈൻ അംഗീകരിക്കണം എന്ന് പറയുന്ന ഡിമാൻഡ് എന്നൊക്കെ പറഞ്ഞാൽ മതം, വിശ്വാസം, ഭാഷ, സംസ്കാരം മൊത്തമായിട്ട് റഷ്യയുടേതിന് കീഴ്പ്പെടുക എന്ന് പറഞ്ഞാൽ കത്തോലിക്ക സഭയെ ഇല്ലാതാക്കുകയും ഓർത്തഡോക്സ് സഭയുടെ മേധാവിത്വം വരികയും ചെയ്യും. അപ്പോൾ അതെല്ലാം ഒരു മുൻകൂട്ടി പ്ലാൻ ചെയ്ത ഒരു പദ്ധതി പോലെയാണ്. ഇതിൻ്റെ അകത്ത് ലാഭം ഉണ്ടാകുക എന്ന് പറയുന്നത് ഈ 2 ശക്തികൾക്കാണ്. അപ്പോൾ ഇതിപ്പം നമ്മളെ ഒരു ഉക്രൈൻ വിഷയമായിട്ട് മാത്രം ഇത് കാണരുത്. കാരണം ഇതിലൂടെ നമുക്ക് കിട്ടുന്ന സന്ദേശമുണ്ട്. ആ സന്ദേശം എന്ന് പറയുന്നത് റഷ്യയും അമേരിക്കയും 2 അച്ചുതണ്ടുകളായി വളരുകയാണ്. ഇതിലൂടെ ലോകത്തെ കൺട്രോൾ ചെയ്യുന്ന, അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനെയും മധ്യ ഏഷ്യയും എല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു വലിയ സംവിധാനമായിട്ട് അവർ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ചൈന പോലെയുള്ള രാജ്യങ്ങളുടെ പ്രസക്തി കുറയുക, വളരുന്ന ഇന്ത്യയുടെ ശക്തി കുറയ്ക്കുക, ഇങ്ങനെയുള്ള ഒരു പല ഗൂഢാലോചനയും പിന്നിലുണ്ടാവാം. പക്ഷേ ഇതിനകത്ത് അമേരിക്ക അണിയാൻ ശ്രമിച്ച ഒരു വേഷം എന്താണെന്നറിയോ സാറേ? ഇപ്പോൾ റഷ്യയുടെ അധിനിവേശത്തിന് ഇരയാകുന്ന ഉക്രൈനെ പിന്തുണക്കാൻ ഞങ്ങളല്ലാതെ ആരുണ്ട്, എന്നിട്ട് യൂറോപ്യൻ യൂണിയൻ്റെയും നാറ്റോ സഖ്യത്തിൻ്റെയൊക്കെ പിന്തുണയോടുകൂടി ഉക്രൈൻ എന്തോ വലിയ പിന്തുണ കൊടുക്കുന്ന
വലിയ ദീനദയാലു ബന്ധുക്കളായിട്ടുള്ള ഒരു വേഷമാണ് അമേരിക്ക അണിഞ്ഞത്. ആ വേഷം കൂടിയാണല്ലോ ഇപ്പോൾ അഴിഞ്ഞു വീഴുന്നത്. അഴിഞ്ഞു വീഴുന്നത്. അതായത് ഇതിൻ്റെ വരികൾക്കിടയ്ക്ക് വായിച്ചാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാകും. ഇവരെ സംബന്ധിച്ച് രണ്ട് ബാലൻസ് ശക്തികളായി ലോകത്ത് നിലനിൽക്കുകയും വളർന്നു വരുന്ന രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ചൈന ആയാലും ഇന്ത്യ ആയാലും, ഇന്ത്യയെ പോലെ ലോകത്ത് ഇത്രയും അധികം ഫാസ്റ്റായിട്ട് വളരുന്ന ലോകത്ത് വേറെ രാജ്യമില്ല. ഇപ്പോൾ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ, ലോകത്ത് ഏറ്റവും കൂടുതൽ യുവത്വമുള്ള ഇന്ത്യ എങ്ങനെ പുറകോട്ടടിപ്പിക്കാം, അല്ലെങ്കിൽ എല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തി ഇവരുടെയൊക്കെ കയ്യിൽ നിന്ന് സഹായങ്ങൾ വാങ്ങുന്ന ഒരു രാജ്യമാക്കി മാറ്റിയെടുക്കാമെന്നൊരു തന്ത്രമാണ് ഇവരൊക്കെ പ്രയോഗിക്കുന്നത്. കാരണം ഇവർക്കൊക്കെ ഭീഷണിയാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം. കാരണം ഇന്ത്യ ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുകയില്ലേ. ഇന്ത്യയിൽ ഇത്രയും യുവത്വങ്ങളുള്ള ലോകത്ത് വേറെ എവിടെയാണ്? നമ്മുടെ ഡാറ്റ മാത്രം മതി, സ്വത്തായിട്ട്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ വിപണി ഇന്ത്യയാണ്. കാരണം ഇന്ത്യയിലാണ് എല്ലാ ആൾക്കാരുടെയും കാണുന്നത്. എന്ത് ബിസിനസ് ചെയ്യാനും ഇന്ത്യയിലേക്കാണല്ലോ എല്ലാവരും വരുന്നത്. കാരണം ഇത്രയും 140 കോടി ജനങ്ങളില്ലേ. അപ്പോൾ ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങളിലെ വളർച്ച തടയുക. അപ്പം നമുക്ക് ബ്രിക്സ് ഉണ്ട്, അതായത് അപ്പോൾ അതിൻ്റെ വളർച്ച തടയുക. അതിപ്പോൾ ഒരു ഘട്ടത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഒരിക്കൽ പറഞ്ഞിരുന്നു, നിങ്ങളത് ബലപ്പെടുത്തുകയാണെങ്കിൽ അമേരിക്ക പ്രതിരോധിക്കുമെന്ന് പറഞ്ഞിരുന്നു. അതായത് ബ്രിക്സ് രാജ്യങ്ങൾ വളരാൻ പാടില്ല, പകരം ഞങ്ങൾ വളർന്നാൽ മതി, ഞങ്ങളുടെ ഡോളർ വളർന്നാൽ മതി എന്നൊരു ചിന്താഗതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ ഇങ്ങനെ വന്നാൽ ഇന്ത്യക്ക് ഇതിൽ നിന്നുള്ള പാഠം, ഉക്രൈൻ വാർ ഉണ്ടാക്കിയാലും ലാഭം ഒരു കൂട്ടർക്കാണ്, യുദ്ധം തുടർന്നാലും ലാഭം അവർക്കാണ്. മാത്രമല്ല ഇവരൊക്കെ തമ്മിലുള്ള ഒരു അന്തർധാര പോലെ ഒത്തു കളിക്കുകയാണ്. റഷ്യയും അമേരിക്കയും ഒരു കൊളാബറേഷൻ പോലെ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ട് ഇപ്പുറത്ത് വാശി പിടിപ്പിക്കാൻ അമേരിക്കയും അപ്പുറത്ത് മുന്നോട്ട് പോയിട്ട് ഉക്രൈനെ മുഴുവൻ കീഴടക്കാൻ റഷ്യയും. രണ്ടു കൂട്ടരും പരസ്പര സഹായ മുന്നണിയായി പ്രവർത്തിക്കുകയാണ്. പാവം ഉക്രൈൻ ജനത ഇതിനകത്ത് അനുഭവിച്ച് തീർക്കുന്നു. ഇത് കണ്ടു നിൽക്കുന്ന ലോകം ഒരു വിസ്മയത്തോടെ നമ്മൾ പറ്റിക്കപ്പെടുന്നു. യഥാർത്ഥത്തിൽ അതാണല്ലോ, ചൂഷണം ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് ഈ വമ്പൻ ശക്തികളുടെ ചൂഷണത്തിന് ലോകം ഇരയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഈ ഒരു ഭാഗത്ത് റഷ്യയും അമേരിക്കയും ചേർന്ന് ചൈനയ്ക്കെതിരെ ഒരു അച്ചുതണ്ട് രൂപം കൊള്ളുന്നുണ്ടല്ലോ. അങ്ങനെ വരുമ്പോൾ ഇന്ത്യ, തൊട്ടടുത്തുള്ള ചൈന നമ്മുടെ ഈ സൈലൻ്റായ ഒരു ശത്രുവാണ് ഇപ്പോഴും. അമേരിക്കയാണെങ്കിൽ പലപ്പോഴും നമ്മളോട് താരിഫ് വാർ ഉൾപ്പെടെ പ്രഖ്യാപിത ശത്രുവിൻ്റെ പട്ടികയിലുമാണ്. എന്തായിരിക്കും അതിൻ്റെ ഈ ഒരു ജിയോ പൊളിറ്റിക്സിൽ ഇന്ത്യയുടെ ഭാവിക്ക് ഈ യുദ്ധം നൽകുന്ന സന്ദേശം എന്താണ്? ഇന്ത്യയുടെ ഭാവി, ഇന്ത്യക്ക് ഇനി ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ ഇപ്പോൾ ആ ഒരു ലൈനിലേക്കാണ് ഇന്ത്യ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇന്ത്യയെ സംബന്ധിച്ച് ഇനിയുള്ള ഒറ്റ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ സ്വയം വളരുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോഫ്റ്റ് പവറിൽ നമ്മൾ നന്നായി വളരുക. കാരണം ഇപ്പോൾ അമേരിക്കയാണ് നമ്മുടെ സോഫ്റ്റ്വെയറും അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയ ആയാലും എല്ലാം നമ്മൾ അവരുടെ സിസ്റ്റത്തെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ചൈനയിൽ പോയാൽ അങ്ങനെയല്ല. ചൈനയ്ക്ക് സ്വന്തമായി ഈ സംവിധാനങ്ങളെല്ലാം അവൾ വളർത്തിയെടുത്തു. ഇന്ത്യയും ഇതുപോലെ വളർത്തിയെടുത്ത് ഇപ്പോൾ കൂടുതൽ ഇന്ത്യ സ്വയം പര്യാപ്തതയാകുക എന്നുള്ളതിനകത്ത് മാത്രമേ ഉള്ളൂ. നമ്മൾക്കെല്ലാം ഒരു ചേരിചേരാ നയം എന്നൊക്കെ പറയുന്ന പോലെ നിശ്ചിത അളവിൽ ഇവരെ അടുപ്പിക്കുക എന്നല്ലാതെ പൂർണ്ണമായി ഇന്ത്യക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സുഹൃത്ത് റഷ്യയോ ചൈനയോ അമേരിക്കയോ ഇല്ല എന്നുള്ളതാണ് സത്യം. അതെ, ഒരു തറവാട്ടുകാരന് വരെയും നമുക്ക് വിശ്വസിക്കാൻ കൊള്ളില്ല. നമ്മൾ സ്വയം ശക്തിപ്പെടുക, വളരുക എന്നുള്ളത് മാത്രമേ. മരുമോൻ വളരുക എന്നല്ലാതെ വേറെ വഴിയില്ല. തീർച്ചയായിട്ടും. സന്തോഷം സാർ. ഓക്കെ, താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.